ഞാൻ SSLC പരീക്ഷ വിജയിച്ചത് ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട്. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ വിഷയവും പഠിപ്പിക്കും. മാത്സ് പഠിപ്പിക്കുന്ന അടുത്ത വീട്ടിലെ ഒരു മോളായിരുന്നു, വന്ന് അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നല്ലൊരു ടീച്ചറിനെയാണ് ബാക്കിയുള്ള കുട്ടികൾ നഷ്ടമായത്. എനിക്ക് PSC പരീക്ഷ എഴുതണം, എന്നിട്ട് എനിക്ക് സർക്കാർ ജോലി ആവണം. സർക്കാർ ജോലിയായിട്ട് ഏതെങ്കിലും റെയിൽവേയുടെ കമ്പനിയിൽ പോകണം ആഗ്രഹം. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പൊരുതി മോൻ ഫുൾ A+ മേടിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സാധിച്ചു കൊടുക്കും. ഹായ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ ഇരവിപുരത്താണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുടെ പേര് ഇബ്രാഹിം ബാദ്ഷാ എന്നാണ്. അപ്പോൾ ആൾക്കാണെങ്കിൽ ഈ വർഷത്തെ SSLC എക്സാമിനേഷനിൽ ഫുൾ A+ നേടിയിട്ടുണ്ട്. ഈ റിസൾട്ടിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ആൾ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്കൂളിലൊന്നും പോകാതെ വീട്ടിലിരുന്ന് ബാദുഷയുടെ ഉമ്മച്ചി പഠിപ്പിച്ചു കൊടുത്ത പാഠങ്ങൾ കേട്ട് പഠിച്ചാണ് ആൾ ഫുൾ A+ മേടിച്ചത്. ആൾക്ക് 65% കേൾവിക്കുറവുണ്ട്. പിന്നെ ആണെങ്കിൽ രോഗപ്രതിരോധ ശേഷി വളരെ കുറവാണ്. അതൊക്കെ കൊണ്ട് തന്നെ സ്കൂളിൽ പോകാനുള്ള സാഹചര്യമില്ലായിരുന്നു. വീട്ടിൽ തന്നെ ഇരുന്ന് ഉമ്മ തന്നെ പറഞ്ഞു കൊടുക്കുന്നത് കേട്ട് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ബാദുഷയെ പഠിപ്പിച്ച് ഈ നേട്ടത്തിൽ എത്തിച്ചതാണ്. അപ്പോൾ ബാദുഷയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണുന്നത്. ബാദുഷ വേറൊരു പ്രത്യേകതയുണ്ട്. ബാദുഷ നല്ലൊരു കലാകാരൻ കൂടെയാണ്. നല്ല രീതിയിൽ വരയ്ക്കും. കുറേ സമ്മാനങ്ങൾ അതിൻ്റെ പേരിൽ മേടിച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് ബാദുഷയുടെ വിശേഷങ്ങളും ബാദുഷയുടെ വീട്ടിലുള്ളവരെയും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ഇബ്രാഹിം ബാദ്ഷ. ഞാൻ SSLC പരീക്ഷ എനിക്ക് ഫുൾ A+ നേടിയതാണ്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ജോൺസ് ഇരവിപുരം. ഞാൻ SSLC പരീക്ഷ വിജയിച്ചത് ഞാൻ മാത്രമല്ല, എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തത് അധ്യാപകരും ഹെഡ് പിന്നെ എൻ്റെ മറ്റ് ടീച്ചറായ ചന്ദ്രലേഖ ടീച്ചർ ഇത്രയും പേരും എന്നെ സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാനും ഉമ്മയും കൂടെ ഓൺലൈൻ ക്ലാസ് കണ്ട് അതിൽ നോക്കി എൻ്റെ ഉമ്മ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഞാൻ പഠിച്ച് SSLC പരീക്ഷ എഴുതിയിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ഒരുപാട് സഹായിച്ചു. പിന്നെ LKG മുതൽ 10ാം ക്ലാസ് വരെ എൻ്റെ ഉമ്മയായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ വരയ്ക്കും. എനിക്ക് +1 ഹ്യൂമാനിറ്റീസാണ് എടുക്കാനുള്ള ആഗ്രഹം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് PSC പരീക്ഷ എഴുതണം, എന്നിട്ട് എനിക്ക് സർക്കാർ ജോലി ആവണം. സർക്കാർ ജോലിയായിട്ട് ഏതെങ്കിലും റെയിൽവേയുടെ കമ്പനിയിൽ പോകണം ആഗ്രഹം. ഹോബീസ് എനിക്ക് വരയ്ക്കുന്നതാണ് ഇഷ്ടം. പിന്നെ ഞാൻ വായിക്കും. പിന്നെ എനിക്ക് വാട്ടർ കളറിങ് എനിക്ക് കൂടുതൽ ഫസ്റ്റ് നേടിയിട്ടുണ്ട്. SSF പരിപാടിക്ക് ഞാൻ പോകും. അവിടെ കൂടുതൽ എനിക്ക് ഫസ്റ്റാണ് നേടിയിട്ടുള്ളത്. പെൻസിൽ ഡ്രോയിങ്ങിനും വാട്ടർ കളറിങ്ങും അതിൽ കൂടുതൽ ഫസ്റ്റ് നേടിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട നോവലിസ്റ്റ് വിക്ടർ ഹ്യൂഗോ. പിന്നെ ഇഷ്ടപ്പെട്ട കളിക്കാരൻ മെസ്സി. ഇഷ്ടപ്പെട്ട നടൻ വിജയ്. ഇത് എൻ്റെ അനിയനാണ്. ഇവൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. സെൻറ്റ് ജോൺസ് ഇരവിപുരമാണ്. പേര് ബാസിം. ഇതെൻ്റെ ഇക്കാണ്. ഇക്കാക്ക് A+ നേടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാനും ഒക്കെ ഒരു സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൽ നിന്നൊക്കെ വളരെ സപ്പോർട്ടാണ്. എൻ്റെ ഉമ്മയാണ് ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിലൂടെ ആയിരുന്നു എൻ്റെ ഇക്ക ഇത്രയും പഠിച്ചത്. ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ടുകളുണ്ടായിരുന്നു. ബാദുഷയുടെ ഉമ്മയാണ്. എൻ്റെ മോന് 10ാം ക്ലാസ്സിൽ ഫുൾ A+ ഉണ്ട്. പിന്നെ മോൻ വീട്ടിലിരുന്ന് തന്നെയാണ് എല്ലാം പഠിച്ചത്. പിന്നെ മോന് 65% കേൾവിക്കുറവുണ്ട്. 3.5 വയസ്സിലാണ് അവൻ്റെ കേൾവിക്കുറവ് ഞങ്ങൾ അറിഞ്ഞത്. അങ്ങനെ ടെസ്റ്റും കാര്യങ്ങളുമായിട്ട് പോയപ്പോൾ 65% കേൾവിക്കുറവുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഹിയറിംഗ് എയ്ഡ് വെച്ചിട്ടാണ് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. പഠനത്തിൽ നല്ല മിടുക്കനാണ്. പിന്നെ ഈ കോവിഡിൻ്റെ കാലമായപ്പോഴും മറ്റുള്ള ഇച്ചിരി പ്രതിരോധശേഷി കുറവായതിനാലും മോനെ സ്കൂളിൽ വിടാൻ പറ്റിയില്ല. അങ്ങനെ ഓൺലൈനിലൂടെയാണ് ക്ലാസ്സൊക്കെ നടന്നിരുന്നത്. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഹെഡ് മാസ്റ്റർ, ക്ലാസ് ടീച്ചർ, മറ്റുള്ള അധ്യാപകർ, പിന്നെ വേറെ റിസോഴ്സ് ടീച്ചർ ചന്ദ്രലേഖ എന്ന് പറയുന്ന ടീച്ചർ, ഇവരെല്ലാം നല്ല പ്രോത്സാഹനമായിരുന്നു. ഓൺലൈൻ ക്ലാസ് ഞാനും മോനുമായിട്ടായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മോനെ അത് നോക്കി പഠിപ്പിക്കുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ
ടീച്ചേഴ്സിനെ വിളിച്ച് ചോദിക്കുമ്പോൾ ടീച്ചേഴ്സ് അത് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. വളരെ നല്ല സപ്പോർട്ടാണ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. സെൻറ്റ് ജോൺസ് എച്ച്.എസ്. ഇരവിപുരം സ്കൂളിലാണ് മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ മോൻ ഇത്രയും മാർക്ക് വാങ്ങിച്ചതിൽ. ഒരുപാട് കഠിനാധ്വാനം അവനും ഞാനും അധ്യാപകരും എല്ലാം സ്കൂൾ അധികൃതരും എല്ലാം ചെയ്ത്. പിന്നെ റെസിഡൻസിയുടെ ഭാഗത്തു നിന്നും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. മോൻ്റെ കാര്യങ്ങളൊക്കെ അവരെപ്പോഴും വന്ന് തിരക്കുകയും അവന് പഠിക്കുന്നതിന് വേണ്ടുന്ന പ്രോത്സാഹനം എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു. ഇനി ഞങ്ങളുടെ മകൻ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാവരോടും, പ്രത്യേകിച്ച് അധ്യാപകരോടും പിന്നെ എല്ലാവരോടും നന്ദിയും കടപ്പാടുമുണ്ട്. ടീച്ചേഴ്സിനോടും ഹെഡ് മാസ്റ്ററോടും സ്കൂളിനോടും റെസിഡൻസി അസോസിയേഷനോടും പിന്നെ എൻ്റെ മോൻ്റെ റിസോഴ്സ് ടീച്ചറായ ചന്ദ്രലേഖ ടീച്ചറിനോടും എല്ലാം അങ്ങേയറ്റത്തെ നന്ദിയും കടപ്പാടുമുണ്ട്. ബാദുഷാന്റെ കഴിഞ്ഞ 10 വർഷം നമ്മുടെ വീട്ടിലിരുന്ന് തന്നെയാണ് ട്യൂട്ടർ അമ്മയായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങൾ? ഇപ്പം പുതിയ പാഠപദ്ധതിയും കാര്യങ്ങളൊക്കെ അല്ലേ, അത് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവുമായിരുന്നു. അവനിക്കൊരു പ്രത്യേക ഇതിലൂടെ ആയിരുന്നു ഞാൻ LKG മുതലേ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് ഓരോ കഥകൾ പോലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഓരോന്നും കുഞ്ഞിലെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. പിന്നെ പറഞ്ഞാൽ പെട്ടെന്ന് ഇയാൾ ക്യാച്ച് ചെയ്യും എല്ലാ കാര്യങ്ങളും, അതുപോലെ എഴുതി കാണിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേക കഴിവുണ്ടായിരുന്നു മോന്. കൂട്ടുകാരൊക്കെ സഹായിക്കുമായിരുന്നു. തനിയെ ഇത്ര വിഷയങ്ങൾ ബാദുഷയെ പഠിപ്പിച്ച് സക്സസ്ഫുൾ ആക്കി എടുത്ത് 10A+ മേടിക്കാൻ കഴിഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇത് ഒറ്റയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞത്? ഞാൻ MA വരെ പഠിച്ചതാണ്. പിന്നെ അതിനുശേഷം വെച്ച് ഈ ബാദുഷയുടെ കാര്യങ്ങൾ നോക്കേണ്ട കാരണം ഞാൻ വേറൊന്നിലോട്ടും തിരിഞ്ഞില്ല. മോൻ്റെ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടി വീട്ടിൽ. അതായിരിക്കും ഒരുപക്ഷെ എൻ്റെ മോന് ഇത്രയും സക്സസ് ആവാൻ കാരണം. മാത്സ് ഒഴിച്ച് ബാക്കി എല്ലാ വിഷയവും പഠിപ്പിക്കും. മാത്സ് പഠിപ്പിക്കുന്ന അടുത്ത വീട്ടിലെ ഒരു മോളായിരുന്നു, വന്ന് അവനെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. നല്ലൊരു ടീച്ചറിനെയാണ് ബാക്കിയുള്ള കുട്ടികൾ നഷ്ടമായത്. മിടുക്കനാണ്. എല്ലാ പരീക്ഷയിലും ഏതിലായാലും മോൻ നല്ലോണം മാർക്ക് മേടിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് വീട്ടിൽ ഇരുത്തി. പിന്നെ സ്കൂളിൽ വല്ലപ്പോഴും കൂടിയാണ് വിട്ടത്. ഈ പ്രതിരോധശേഷി കുറവായതുകൊണ്ടാണ്. വർഷം വിട്ടില്ലായിരുന്നു, എന്നാലും ഇടയ്ക്കിടയ്ക്ക് എക്സാം എഴുതാനൊക്കെ വിട്ടായിരുന്നു. പടം വരയ്ക്കുകയും നല്ല ആക്റ്റീവാണ്, എല്ലാത്തിനും നല്ല ആക്റ്റീവാണ്. എന്തെങ്കിലും ഒന്ന് കണ്ടാൽ അതേ കണക്ക് തന്നെ കറക്റ്റായിട്ട് എല്ലാം മനസ്സിലാക്കി ചെയ്യുന്ന ഒരു ആളാണ്. ഈ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ പൊരുതി മോൻ ഫുൾ A+ മേടിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ അവൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം സാധിച്ചു കൊടുക്കും. അതിൽ യാതൊരുവിധ മാറ്റങ്ങളും ഇല്ല. ഇനി ഏത് നിലയിലാണ് പോകേണ്ടത് അതെല്ലാം കറക്റ്റായിട്ട് ചെയ്ത് അവൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഇനി കഠിന പ്രയത്നം ചെയ്യും. ഇത് സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ അന്ന് ഞാൻ വരച്ചതാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വരച്ചതാണ്. ഇത് അല്ലാതെ ഞാൻ നോക്കി വരച്ചതാണ്, കോഴിയുടെയും കുറുക്കിൻ്റെയും തവളയുടെയും. പിന്നെ ഇത് ഞാൻ തന്നെ മരമായിട്ട് നിൽക്കുന്ന വരച്ചതാണ്. പിന്നെ ഇത് ചെറിയൊരു വീടും പിന്നെ മരം ഇതൊക്കെ വരച്ചതാണ്. അത് ഗ്രാമമാണ്. മറ്റേത് അത് മരമായിട്ട് നിൽക്കുന്ന വരച്ചാണ്. ഇത് കുരങ്ങന് മുതലയും ഇത് പഴങ്ങൾ എറിയുന്നത് പോലെ വരച്ചാണ്. കാടാണ്. ഇത് കാട്ടിൽ അകത്തുള്ള ഇതാണ്. ഇത് പൂവ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഓൺലൈനായിട്ട് വീട്ടിൽ ഇരുന്നപ്പോൾ അനിയന് വേണ്ടി ഞാൻ വരച്ചു കൊടുത്തതാണ്. ഇത് 23 അകത്താക്കി. ഇത് അന്നിന് വരച്ചതാണ്. പിന്നെ ഇത് അന്ന് സ്വാതന്ത്ര്യ ദിനത്തിന് വരച്ചതാണ്. പിന്നെ ഇത് കാർത്തിക ദിനത്തിന് വരച്ചതാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീറിനെ വരച്ചതാണ്. ഇത് ഗാന്ധി ജയന്തിക്ക് വരച്ചതാണ്. ഇത് ടീച്ചർ ഡേക്ക് വരച്ചതാണ്. ഡോക്ടർ